ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ് ആയിരുന്നു അല്ലേ. അതായത് ഗവൺമെൻറ് ഏതൊക്കെ പേരുകൾ പറഞ്ഞില്ല, നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും. ഇനി നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു തുടർച്ച, അതിന് ബാക്കിയാണ് റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അല്ലേ. അതിനോരോ പേര് NDMA NC കുറേ പേരുകൾ മിസ് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഓരോന്നും ഓരോ അവരുടെ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു അല്ലേ. അവർ ഗൈഡ് ലൈൻസ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എൻഫോഴ്സ്മെൻറ്റിനെ ഇറക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും അവരെ കോർഡിനേറ്റ് ചെയ്ത് ഈ നേരിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, അതായത് ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത നിവാരണ കമ്മിറ്റി പോയപ്പം അവിടെ വയനാട്ടിലെ ദുരന്ത നിവാരണ കമ്മിറ്റി പോയ ആ ആളുകളെ നോക്കാൻ കോർഡിനേറ്റ് ചെയ്യാൻ വേറെ അവർക്കും ഭക്ഷണം വെള്ളമൊക്കെ വേണമല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പാലം പണിഞ്ഞാസം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത് പറഞ്ഞു നമ്മൾ. നെക്സ്റ്റ് റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ദെൻ ഡിസ്ട്രിക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സമയത്തുള്ള റോള്, അവരുടെ റോൾ എങ്ങനെയാണെന്നാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്നത് അല്ലേ. അതാണ് ഓക്കെ. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ദെൻ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ദെൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ സെൻട്രൽ ഗവൺമെൻറ്. നെക്സ്റ്റ് പിന്നെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ. റോൾ ഓഫ് അതിൽ ഫസ്റ്റ് ജനറൽ സെൻട്രൽ ഗവൺമെൻറ്. എന്താണ് സെൻട്രൽ ഗവൺമെൻറ്? അതായത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും. അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, താഴെ സ്റ്റേറ്റ് ആയാലും ഡിസ്ട്രിക്ട് ലെവലിലും പഞ്ചായത്ത് ലെവലിലും വാർഡ് ലെവലിലൊക്കെ പദ്ധതികൾ കൊണ്ടുവരുന്നതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. അത് ഇതിൽ മിസ് വായിച്ചത് ഇൻ അക്കോർഡൻസ് ടു പ്രൊവിഷൻസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2005 2005 the central government will take such measures and to necessary to expedient for the purpose of disaster management. He will coordinate the action of agencies. അതായത് എല്ലാ ഇവർ നിയമിക്കുന്ന ഇത് നോക്കാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്യാനും ഇവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്ന ഏജൻസീസ്, ആ ഏജൻസീസ് എങ്ങനെയൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു പദ്ധതി നടത്തിപ്പാണ് എന്തിൽ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, അവരാണ്. ദെൻ ആക്ഷൻസ് ആൻഡ് coordination of the recommendation of the state government while deciding upon the various pre-disaster requirement also designed to measure the prevention and disaster. All ensure the central ministries of department take measures of prevention to meet disaster development plans and project. ഓക്കെ, ഇത് മെഷർമെൻറ്റ്, അതായത് എത്രത്തോളം ഡീപ്പായിട്ടാണിത് പ്രകൃതി ജനങ്ങളെ ബാധിച്ചത്, എന്തൊക്കെ പ്രോപ്പർട്ടീസും അവരുടെ ലൈഫും എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഗൈഡൻസ്, ഒരു എന്താ പറയുക, അതിൻ്റെ അളവ് മെഷർ ചെയ്തിട്ട് ഓരോ സ്ഥലത്തും എത്രത്തോളം ഡീപ്പായിട്ടാണ് ലോസ് സംഭവിച്ചത്. കന്നുകാലികളാണെങ്കിലും അവരുടെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഫ്രിഡ്ജ് മിക്സി മുതൽ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന സംഭവം എത്രത്തോളം ഒലിച്ചു പോയിട്ടുണ്ട്, ഓരോരുത്തർക്കും എത്രത്തോളം കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായത്, എല്ലാത്തിനും ഒരു ജീവൻ പോയത് അല്ലേ. ജീവൻ തിരിച്ചു കിട്ടാൻ നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും ബാക്കി വരുന്ന ആളുകളെ റീകൺസ്ട്രക്ട് ചെയ്ത് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അവർ ഓരോന്നും എത്രത്തോളം ഉണ്ടെന്നുള്ള അളവെടുത്തിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, any other offers to employees in first stage disaster management, and these bodies of officials will be bound to assist to disaster management. In these bodies and officials will be bound to accompany with such direction. The central government will extend cooperation assistance to the state government. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് കോർഡിനേറ്റ് ചെയ്തത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് അതിലേക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇതാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. അത് താഴെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും മിനിസ്ട്രീസ് ഒക്കെ അല്ലേ. അവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് എത്രത്തോളം എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ്, ഏത് പ്രദേശത്തേക്കാണ്, അവിടെ എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത്, റീകൺസ്ട്രക്ഷൻ എന്തൊക്കെ വേണം എന്നുള്ള പ്ലാനും, എന്തൊക്കെ ഇനിയിപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണമെങ്കിൽ പുതിയൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വാങ്ങാൻ കുറേ കനത്ത ഇത് വേണം, സാമ്പത്തികം വേണം. അപ്പം അതൊക്കെ ഡിവൈഡ് ചെയ്യണം. ഓരോരുത്തർക്ക് എത്ര കൊടുക്കണം, നഷ്ടപരിഹാരമല്ല, അവരെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട്, അവരെ അതിജീവനത്തിന് വേണ്ടി എന്തൊക്കെ കൊടുക്കണം, ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടാണ് കോർഡിനേറ്റ് ചെയ്യാൻ പറയുന്നത്.
It will take measures in the development of armed force and disaster management required. The role of armed force will be governed by the instruction aid to civil authorities. Okay. Next, role of central ministry department. Next, central ministries, Kendra മന്ത്രിസഭ എന്താ ചെയ്യുക? ഡിസാസ്റ്റർ മാനേജ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി പ്രോസസ്. ഓൾ സെൻട്രൽ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് വിൽ ഹാവ് കീ റോൾ ഓഫ് ദ ഫീൽഡ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ. ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസൂത്രണ പദ്ധതിയിലും അതിൻ്റെ റോൾ അതിൽ പങ്കെടുത്തുകൊണ്ടും അവരവരുടേതായ നിലയിലുള്ള കോൺട്രിബ്യൂഷൻസും അഭിപ്രായങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു, അവരങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. ആൻഡ് ദ സെക്രട്ടറീസ് ഓഫ് നോഡൽ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ദ മിനിസ്ട്രീസ് ഓഫ് ഹോം അഫെയർസ്, അഗ്രികൾച്ചർ, ഏവിയേഷൻ. എന്തൊക്കെയാണ് ഈ ഒരു മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാർ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹാര നിർമ്മാണത്തിന് ഇവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്നത് ഏതൊക്കെ മിനിസ്ട്രീസിലെ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ആൻഡ് ഹോം അഫെയർസ്, MHA, മിനിസ്ട്രീസ് ഓഫ് ഹോം അവേഴ്സ്. ഇത് ഏതൊക്കെ മിനിസ്ട്രീസാണ് വരുന്നത്? MHA. MHAയിൽ എന്താ വരുന്നത്? മിനിസ്ട്രീസ് ഓഫ് ഹോം അഫെയർസ്. ഓക്കെ, മിനിസ്ട്രീസ് ഓഫ് ഹോം AIRS. ഓക്കെ, MHA എന്താ പറയുക? MHA, മിനിസ്ട്രീസ് ഓഫ് ഹോം അഫേഴ്സ്. നെക്സ്റ്റ് അഗ്രികൾച്ചർ ആൻഡ് നെക്സ്റ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റാണ്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് പിന്നെ സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷൻ. പിന്നെ എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ, ഫോറസ്റ്റ്. ദെൻ റെയിൽവേസ്, എനർജി, സ്പേസ്, ഹെൽത്ത്, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറയുന്നത്? സിവിൽ ഏവിയേഷൻ, ഫോറസ്റ്റ്, ഹെൽത്ത്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അറ്റോമിക് എനർജി, atomic energy, space, water resources, mines, railways. ഓക്കെ, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ്? ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റ്. റെയിൽവേസിലെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ്, മൈൻസ്, വാട്ടർ റിസോഴ്സസ്, ഹെൽത്ത്, അറ്റോമിക് എനർജി, സ്പേസ്, അഗ്രികൾച്ചറൽ ആൻഡ് ഹോം, മിനിസ്ട്രീസ് ഓഫ് ഹോം അഫെയർസ്, സിവിൽ ഏവിയേഷൻ, ഫോറസ്റ്റ്. ഈ ഒരു വിഭാഗങ്ങളിലെല്ലാം തന്നെ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ്, ഹെൽത്ത്, അറ്റോമിക് എനർജി, സ്പേസ്, എർത്ത്, ദെൻ വാട്ടർ റിസോഴ്സസ്, മൈൻസ്, റെയിൽവേസ്, ഓൾ ആർ മെമ്പേഴ്സ് ഓഫ് NEC. ഓക്കെ, NEC and will continue to function and nodal agencies specific disaster based on their core component assigned of them. അവർ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് കോർഡിനേഷൻ ചെയ്യുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ എല്ലാവരും ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ഹെൽത്താണ്. ഒരു പക്ഷേ റെയിൽവേ അങ്ങോട്ട് ഏത് പ്രദേശത്താണ് റെയിൽവേൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ദെൻ വാട്ടർ റിസോഴ്സസ് അല്ലേ, അവർക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങളുണ്ടാവും. ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അറ്റോമിക് എനർജി മാതിരി അഗ്രികൾച്ചറൽ കാര്യങ്ങളിൽ, ആൻഡ് സിവിൽ ഏവിയേഷൻ ആൻഡ് ഫോറസ്റ്റ് പരമായി കാട്, അതായത് നമ്മുടെ വനം. ഈ ഒരു എല്ലാ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബേസും എന്ത് ചെയ്യുന്നു? വിൽ കണ്ടിന്യൂ ദ ഫങ്ഷൻ ഓഫ് നോഡൽ ഏജൻസീസ്. ഈ നോഡൽ ഏജൻസി വിൽ കണ്ടിന്യൂ ദെയർ ഫങ്ഷൻ, അവിടെ ഫങ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി, NCMC എന്താണെന്ന് നോക്കാം നമുക്ക്. NCMC നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ്, നാഷണൽ ക്രൈസിസ്, ദേശീയ ദുരന്തം തന്നെ അർത്ഥം അല്ലേ. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ എന്താ പറയുക, നമ്മുടെ
ആ ഒരു ഭയങ്കര ഭയാനകമായൊരു സമയം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഭയങ്കര പ്രശ്നങ്ങളിലുള്ള, അതായത് ദുരന്തം സംഭവിച്ചത് ക്രൈസിസ് ആണല്ലേ, അതൊക്കെ നമ്മൾ കടന്ന് മുന്നോട്ട് പോകണം, വെല്ലുവിളികൾ മുന്നോട്ട് കടന്നു പോകണം. NCMC comprise high-level officials of the government in India, headed by the cabinet secretary. ഓക്കെ, മിനിസ്ട്രിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി അടങ്ങുന്ന ഒരു സംഘമാണ് ഇതിൽ ഈ മിസ് പറഞ്ഞ നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ളത്. ഓക്കെ, നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ളത് എന്താണ്, ക്യാബിനറ്റ് മിനിസ്ട്രിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ. അവരാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഫോഴ്സ് ഇറക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഇവരാണ്. ഓക്കെ, വിൽ കണ്ടിന്യൂ ടു ഡീൽ വിത്ത് ദ മേജർ ക്രൈസിസ് വിച്ച് ഹാസ് ഇറ്റ് ലിമിറ്റേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യും, എന്ത് ക്രൈസിസ് ആണെങ്കിലും ചലഞ്ചസ് ആയിട്ട് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മൾ റെയിൽവേസ് പറഞ്ഞു, വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്പേസ്, ഹെൽത്ത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ആയിരിക്കും ഒരു പക്ഷേ, കാരണം അവരുടെ ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളിലെ ഒരുപക്ഷെ വെള്ളപ്പൊക്കമോ ഇനിയിപ്പോൾ മണ്ണൊലിപ്പിലോ, നമ്മൾ വയനാട്ടിലെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ട എത്രയോ ജനങ്ങളുണ്ടാവും, ജീവൻ പോയവരുണ്ടാവും. അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ, ജീവൻ തിരിച്ചു പിടിക്കാനോ നമുക്ക് തിരിച്ചു കൊടുക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. ഓക്കെ, പക്ഷേ പരിക്ക് പറ്റിയവർ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വരും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വരും. നെക്സ്റ്റ് അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയിൽ ചിലപ്പോൾ കർഷകരുടെ കുറേ കാര്യങ്ങൾ പോയിട്ടുണ്ടാവും, ലോസ് നഷ്ടം ഉണ്ടാവും അഗ്രികൾച്ചർ സെക്ടറിൽ. നെക്സ്റ്റ് ഫോറസ്റ്റ്, ദെൻ സിവിൽ ഏവിയേഷൻ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇതൊക്കെ വരുന്ന എന്തിലാണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. നിങ്ങളിതൊക്കെ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് കറക്റ്റ് ഇതേപോലെ, മിസ് ഇപ്പോൾ ബോർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഈ ഒരു കാര്യമാണെങ്കിൽ നെക്സ്റ്റ് ആണ് മിസ് ചെയ്ത റെയിൽവേ. ഇത് നിങ്ങൾ മിസ് ഇത് മൊത്തത്തിൽ എഴുതിയതാണ്, കറക്റ്റായിട്ട് താഴെ നിങ്ങൾ എഴുതിയെടുക്കണം. എന്താ മിസ് പറയുന്നത് കേട്ട് എഴുതണം. റെയിൽവേസ് ഫസ്റ്റ്, നെക്സ്റ്റ് വാട്ടർ റിസോഴ്സസ്, നെക്സ്റ്റ് സ്പേസ്, ദെൻ താഴെ ഹെൽത്ത്, അതിന് താഴെ അറ്റോമിക് എനർജി, അതിന് താഴെ അഗ്രികൾച്ചർ, അതിന് താഴെ സിവിൽ ഏവിയേഷൻ, അതിന് താഴെ ഫോറസ്റ്റ്, ദെൻ ഇത് മുകളിൽ എന്ത് എഴുതണം, മിനിസ്ട്രീസ് ഓഫ് ഹോം അഫയേഴ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൽത്തും. ഇത് പിന്നെ മിസ് പറയേണ്ട, റെയിൽവേസ് ആയാലും ഇനിയിപ്പോൾ റെയിൽവേ ആ ഒരു ഏരിയയിലേക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് അവർ കൈകാര്യം ചെയ്യും. വാട്ടർ റിസോഴ്സസ് പിന്നെ നമുക്ക് അവർക്ക് വേണ്ട ഭക്ഷണം ഹെൽത്തിൽ ഉൾപ്പെടുന്നതിനാണ് വാട്ടർ റിസോഴ്സ്. അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വാട്ടറും കൂടി ഉൾപ്പെടുത്തി അവർക്ക് വൃത്തിയാവാനും അവർക്ക് വീട്ടിലേക്കുള്ള ആവശ്യം. ഏറ്റവും എല്ലാത്തിനുപരി ഇതിലെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഫ്ലഡൊക്കെ വരുമ്പോൾ അവർ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് പഴയ വെള്ളം ഒഴിച്ചു പോവുക ചെയ്യുക. വീണ്ടും അവർക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ അവിടെ ചിലപ്പോൾ ആ വീട് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ പല പകർച്ചവ്യാധികളും അവർ വീണ്ടും അവിടെ താമസിക്കുമ്പോൾ എത്ര ക്ലീൻ ചെയ്താലും അവിടെ എന്തുണ്ടാവും, ആ ഏതൊക്കെയോ വൃത്തികെട്ട വെള്ളം ഒലിച്ചു പോയതായിരിക്കും. അപ്പോൾ ഹെൽത്ത് പരമായിട്ട് പല പ്രശ്നങ്ങളും താമസിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ എന്ത് നോക്കും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കും. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ അറിയാലോ, അവരുടെ ആ കാർഷിക സ്ഥലങ്ങൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ദെൻ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസ് MHA അല്ലേ, മിനിസ്ട്രീസ് ഓഫ് ഹോം അഫയേഴ്സ് ആണ് MHA. ഇനി MHA എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവാതെ പോകരുത്, ഈ MHAയിലാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതായത് മിനിസ്ട്രീസ് ഓഫ് ഹോം അഫയേഴ്സ്, M for ministries, H for home, A for affairs. ഓക്കെ, മിനിസ്ട്രീസ് ഓഫ് ഹോം അഫയേഴ്സ് മറന്നു പോയത് മിസ്സിൻ്റെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. MHA. ദെൻ നമ്മളെന്ത് പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, NCMC, നാഷണൽ ക്രൈസിസിലെ ഈ ക്രൈസിസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് NCMC. ഇതൊക്കെ ഒറ്റ വാക്കിലായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതാതെ പോകരുത്, ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും.